എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് PWD കോട്ടയിൽ ഉൾപ്പെടുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ബോർഡ് ഈ ഒരു ജൂലൈ 3 മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആരൊക്കെയാണ് ഈ ഒരു PD കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെഡിക്കൽ ബോർഡ് ഷെഡ്യൂൾ ഫോർ PWD കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരൊക്കെയാണ്, അതായത് നിങ്ങൾ ഈ ഒരു PWD കോട്ടയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാവേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ക്ലൈമഡ് PWD കോട്ട ടു അപ്പിയർ ഇൻ മെഡിക്കൽ ബോർഡ് ഫോർ സ്യൂട്ടബിലിറ്റി അസസ്മെൻറ്റ്. വെന്യൂ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു നിങ്ങൾ ഹാജരാവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസ്, കോൺഫറൻസ് ഹാൾ, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, തിരുവനന്തപുരം ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് PWD കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ യോഗ്യത ഉള്ളത് എന്നുള്ള സംബന്ധിച്ചത് ഈ ഒരു മെഡിക്കൽ ബോർഡിന് ശേഷമായിരിക്കും ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ആ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പാരാമെഡിക്കൽ കോഴ്സാണോ പഠിക്കാൻ സാധിക്കുക എന്നുള്ള സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ സാധിക്കുക എന്ന സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു PWD കോട്ടയിൽ ഉൾപ്പെടാനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ ജില്ല ഏതാണ്, അതായത് നിങ്ങളുടെ ജില്ല ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ദിവസമാണ് ഈ ഒരു മെഡിക്കൽ ബോർഡിന് ഹാജരാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസുകൾ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതായത് 3 മുതൽ 5 വരെയാണ് മെഡിക്കൽ ബോർഡ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾ ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇതിൽ സാധാരണ എല്ലാ ദിവസവും 9:30 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് റിപ്പോർട്ടിംഗ് ടൈമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് നടക്കുന്നത്. മെഡിക്കൽ ബോർഡിന് ശേഷം വിദ്യാർത്ഥികളുടെ PWD കോട്ടയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ, അത് നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ, അതുപോലെ നിങ്ങളുടെ ഡിസബിലിറ്റി എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ സാധിക്കുമെന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സാണോ പഠിക്കാൻ പറ്റുക, അതുപോലെ തന്നെ ആ ഒരു പാരാമെഡിക്കൽ കോഴ്സിൽ ഏത് പാരാമെഡിക്കൽ കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കുന്നതിനായിട്ട് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൽ, അതായത് മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ അതത് ദിവസങ്ങൾ, നിങ്ങൾ ഏത് ദിവസമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ദിവസം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.